DCCയുടെ അന്ത്യശ്വാസം തള്ളുകയാണ് മറ്റത്തൂരിലെ സഖ്യ നേതാക്കൾ. ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ രാജിവെക്കണമെന്ന ആവശ്യം തള്ളിക്കളഞ്ഞിരിക്കുന്നു. മറ്റത്തൂരിലെ നിലവിലെ പ്രതിസന്ധിയിൽ KPCC നേതൃത്വവുമായി ബന്ധപ്പെട്ട് പരിഹാരം കാണുമെന്നാണ് പുറത്താക്കിയ DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ പറയുന്നത്. MS ലിഷോയ് വിവരങ്ങളുമായിട്ട്. ലിഷോയ്, മറ്റത്തൂര് വല്ലാത്തൊരു കേസുകെട്ടായി മാറുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച്. എന്താണ് മറ്റത്തൂരിലെ കോൺഗ്രസ് നേതാക്കൾ പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം? പാർട്ടി എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യും? BJP ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണമായിട്ട് വന്നോ, പ്രത്യേകിച്ച് മറ്റത്തൂരിലെ പ്രാദേശിക നേതൃത്വം? BJP അവരുടെ ജില്ലാ നേതൃത്വവുമായി ആലോചിച്ച് നടപ്പാക്കിയ ഒരു ആക്ഷൻ പ്ലാൻ ആയിരുന്നു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ഇതിപ്പോൾ ഇന്ന് രാവിലെയാണ് മറ്റത്തൂരിലെ ഈ കോൺഗ്രസിൽ വിട്ടിറങ്ങിയ അംഗങ്ങൾക്ക് DCC അന്ത്യശാസനം നൽകിയത്. DCCയുടെ അന്ത്യശാസനം പക്ഷേ ഇന്ന് ഈ നേതാക്കൾ രാജിവെച്ച് ഈ BJPയുമായുള്ള സഖ്യം അവസാനിപ്പിക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ അതിന് തങ്ങൾ ഒരുക്കമല്ല എന്നുള്ള ഒരു നിലപാടാണ് മറ്റത്തൂരിലെ നേതാക്കൾ പറയുന്നത്. ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെക്കണം എന്ന DCCയുടെ ആവശ്യം തള്ളിയിരിക്കുകയാണ്. രാജിവെക്കില്ലെന്നാണ് DCC ജനറൽ സെക്രട്ടറി ആയിരുന്ന TM ചന്ദ്രൻ വ്യക്തമാക്കുന്നത്. മറ്റത്തൂരിൽ BJPയുമായി ഒരു തരത്തിലുള്ള കൂട്ടുകെട്ടിനും തങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അതിന്റെ പാപഭാരം തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ടതില്ല. DCC നിർത്തിയ ഔദ്യോഗിക സ്ഥാനാർത്ഥികളാണ് BJPയുടെ അതായത് LDFിലേക്ക് പോയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ മറ്റത്തൂരിലെ നേതാക്കൾ പറയുന്നത്. അതിനോടൊപ്പം തന്നെ താനും കോൺഗ്രസ് പ്രവർത്തകരും വീട്ടിലെത്തിയ ഈ BJPയുമായി സഖ്യമുണ്ടാക്കുന്ന കാര്യം സംസാരിച്ചു എന്ന് KR ഔസേപ്പ് ഇന്ന് രാവിലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അതിനെതിരെയും ഇപ്പോൾ മറ്റത്തൂരിൽ നിന്ന് നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട്. താൻ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ഈ TM ചന്ദ്രൻ പറയുന്നത്. ഈ BJPയുമായി സഹകരിക്കാൻ ഒന്നും തന്നെ താൻ സംസാരിച്ചിട്ടില്ല എന്നും അത് തെളിയിക്കുകയാണെങ്കിൽ തന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിക്കും എന്നുള്ളതുമാണ് അദ്ദേഹം. കോൺഗ്രസിനെ സംബന്ധിച്ച് വല്ലാത്ത ഒരു പുകയുന്ന വിഷയമായി മാറി നിൽക്കുകയാണ് മറ്റത്തൂർ. അതിൽ പരിഹാരം കണ്ടെത്താൻ ഇപ്പോഴും സാധിക്കുന്നില്ല.